നമസ്കാരം. ഈ യൂട്യൂബ് ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പല ആൾക്കാരും വരും. അസൂയക്കാർ, പൗശൂന്യക്കാർ, നിലപാടുകളിൽ വ്യത്യാസമുള്ള ആളുകൾ, പിന്നെ വെറുതെ പച്ചത്രി പറയുന്ന ആളുകൾ, ഇങ്ങനെ പല ആൾക്കാരുടെ ഒപ്പം വരും. എവിടെ നിന്ന് വരുന്ന ആൾക്കാരൊന്നും അറിയില്ല കേട്ടോ, തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 10, 30, 35 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ എടി തള്ളേ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലർക്കൊക്കെ അത് വിഷമമുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ വെച്ചോ ഏതോ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്നൊരു മാഷ് എടാന്ന് വിളിക്കുന്നത്. അതും ക്ലാസ്സിനകത്ത് എല്ലാവരും കേൾക്കലേ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിൽ പോവില്ല എന്ന്. അത് വലിയൊരു മനോവേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ ആർക്കും അതൊരു മനോവേദന ഉണ്ടാവുമല്ലോ. അതുപോലെ മറ്റൊരു സാധനമാണ് വല്ല ജോലിയും ചെയ്ത് ജീവിക്കണോ എന്ന്. അത് സ്ഥിരം പറയുന്നത്, എല്ലാവരോടും പറയുന്നതാണ്, എന്നോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നതാണ്. അപ്പം അത് കേട്ട സമയത്ത് എനിക്കൊരു കഥയാണ് ഓർമ്മ വന്നത്. ഈ ജോലി പലതരത്തിലാണ്, അത് പലർക്കും അറിയില്ല. പണ്ട് ഒരു കാളയുണ്ടായിരുന്നു. വലിയ കാളയാണ്. അത് മാർക്കറ്റിൽ നിന്ന് ചാക്കുകൾ, അരിയുടെ ചാക്കോ പഞ്ചസാര ചാക്കോ പച്ചക്കറിയുടെ ചാക്കോ, അത് 2 കാളയ്ക്ക് ചുമക്കാവുന്നത് ഒറ്റ കാള ചുമക്കും. അത്രയും ഗംഭീര കാളയാണ്. അങ്ങനെ ആ കാളവണ്ടിയിൽ മാർക്കറ്റിൽ നിന്ന് എവിടേക്കോ ഈ സാധനം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഈ വണ്ടിക്ക് പോകാൻ പറ്റിയ ഇടവഴി അത്രയുള്ള രാജപാതയൊന്നുമല്ല, വലിയ 4 ട്രാക്കും ഉള്ള പാതയെല്ലാം പണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അകലെ നിന്ന് രാജാവിൻ്റെ പരിവാരം വരുന്നു. ഏതോ ഗ്രാമത്തിലേക്ക് വരികയാണ്. രാജാവിന് കടന്നു പോകണമെങ്കിൽ ഈ കാളയുടെ വണ്ടി അതൊരു സൈഡിലേക്ക് മാറ്റണം. ഉടനെ തന്നെ കാളവണ്ടിക്കാരൻ പറഞ്ഞു, എടാ കാളയെ വഴി മാറ് എന്ന് പറഞ്ഞിട്ട് അയാളെ കയറ് എങ്ങനെ പിടിച്ച് തിരിച്ചു. ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ റൈറ്റിലോട്ട്, ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ലെഫ്റ്റിലോട്ട്, അങ്ങനെയാണല്ലോ. കാള മുക്രയിട്ടു. എന്നാൽ കാളവണ്ടിക്കാരനോട് പറഞ്ഞു, ഒന്ന് മിണ്ടായിരിക്കും യജമാനെ, ആക്കി ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന്. അപ്പോൾ എടാ, അത് രാജാവാണ് വരുന്നത്, കൊല്ലിനും കൊലയ്ക്ക് അവകാശമുള്ള ഒരാളാണ് വരുന്നത്. മുമ്പിൽ നടക്കുന്ന മന്ത്രിയാണ്, പിന്നിൽ അദ്ദേഹത്തിന് പിന്നിൽ സൈനികരുണ്ട്. അതൊന്നും പ്രശ്നമല്ല, ഇവരേക്ക് എനിക്കറിയാം എങ്ങനെയുള്ള ആൾക്കാരാണെന്നറിയാം. അപ്പോൾ ഈ മന്ത്രി വാളെടുത്തു. വഴി മാറില്ല, കാള വഴി മാറില്ല. ആ വർത്തമാനം കേട്ട സമയത്ത് മന്ത്രിക്ക് ദേഷ്യമായി. മന്ത്രി വാളെടുത്തു ആ കാളയെ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, അടങ്ങ് മന്ത്രി അടങ്ങ്. ഇതൊരു രസകരമായിട്ടൊരു കാര്യമല്ലേ, കാള ഇങ്ങനെ പറയാമെന്ന് വെച്ചാൽ നമുക്കത് എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ നിർത്തി. കാളയുടെ വണ്ടി ഇപ്പുറത്ത് നിർത്തി. 2 മുഖാമുഖം നിൽക്കുകയാണ്. രാജാവ് അവിടെ വന്നിട്ട് കാളയോട് ചോദിച്ചു, എന്താ കാളയെ വഴി മാറാത്തേ എന്ന് ചോദിച്ചു. ഞാനെന്തിനാ വഴി മാറുന്നത്? നിങ്ങളാണ് വഴി മാറേണ്ടത്. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നവനാ, നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നുന്നവനാ. അപ്പം ഞാനാണ് വലുത്, അതുകൊണ്ട് ഞാൻ വഴി മാറില്ല. ഏതായാലും എല്ലാവരും ക്രുദ്ധരായിട്ട് നിൽക്കുകയാണ്. രാജാവ് മാത്രം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താ കാളെ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ കാള പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇരുന്ന് ലോകത്തിനെ ഭാരമായിക്കൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ. ശരി, അപ്പോൾ എന്താണ് ജോലി എന്നാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്, അതിനെ നീ എന്തുകൊണ്ട് ജോലിയായിട്ട് കാണുന്നത്? നിങ്ങളുടെ ജോലി എന്താ? ഈ രഥത്തിലിരുന്ന് സഞ്ചരിക്കലോ, സപ്രപഞ്ചക്കെട്ടിൽ കിടന്ന് ഉറങ്ങുകയോ? ഇതല്ലേ നിങ്ങളുടെ ജോലി? നീ അപ്പം ജോലിയായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാളവണ്ടി വലിക്കണം.
കൈക്കോട്ടെടുത്ത് കളയ്ക്കണം, മണ്ണിൽ പണിയെടുക്കണം, അടിമപ്പണി ചെയ്യണം, അതുപോലെ തന്നെ വെള്ളം കോരൽ, വിറക് വെട്ടൽ അത് ചെയ്യണം. അവിടെ അപ്പുറത്തെ വീട്ടിലൊരു നായ കണ്ടോ? ആ നായയെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും അത് വലിയ ജോലിയാണ് ചെയ്യുന്നത്. രാത്രി കള്ളന്മാർ വരുമ്പോൾ അത് കുരച്ച് കാണിക്കുന്നുണ്ട്, പകൽ സമയത്തും കൂടെ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്, പകൽ സമയത്ത് അപരിചിതർ വരുമ്പോൾ കുരച്ച് യജമാനോട് പറയുന്നുണ്ട്. അതാണ് ജോലി. അങ്ങനെ എന്തെങ്കിലും ജോലി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പാടത്തും പറമ്പിൽ കളയ്ക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾ വണ്ടി വലിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾക്കതിനെങ്ങനെയാണ് കഴിയുക? ഇരുന്ന് തിന്ന് നിങ്ങളുടെ ശരീരം മുഴുവൻ പോയില്ലേ? ഇനി വേണമെങ്കിൽ കാര്യം ചെയ്യാം. നിങ്ങൾ വലിയ ആളാണെന്ന് ഇവരൊക്കെയും പറയുന്നുണ്ട്. എനിക്കതിന് തോന്നിയിട്ടില്ല. ഇനി എനിക്കങ്ങനെ തോന്നണമെങ്കിൽ നമുക്കൊരു പന്തയത്തിൽ ഏർപ്പെടാം. രാജാവിന് കൂടുതൽ അതേ മന്ത്രിക്ക് അവിടെ നിന്ന് തുള്ളുകയാണ്. ഒരു കൺസെൻറ്റ് കിട്ടിയാൽ മതി ആ കാളയെ വെട്ടിക്കൊല്ലാൻ വേണ്ടി. കാളയും കാളവണ്ടിക്കാരനെങ്കിൽ പേടിച്ച് അയാൾ സ്ഥലം വിട്ടു എന്നാണ് തോന്നണേ. എവിടെ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് അയാൾ. അപ്പം ശരി, എന്താണ് പന്തയം? കാളയോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട കാളാജി, എന്താണ് പന്തയം എന്ന് പറയൂ. പന്തയം നിസ്സാരമാണ്. നിങ്ങൾക്ക് ഈ കാളവണ്ടി ഒന്ന് വലിച്ചു കാണിക്കാൻ പറ്റുമോ? ഈ കാളവണ്ടി ഒന്ന് വലിച്ചു കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെനിക്ക് കഴിയില്ല കേട്ടോ. അതാണ് നിങ്ങളുടെ കഴിവ് കുറവ്. ലോകത്തിലെ ഏറ്റവും വലിയ ജോലികളിൽ ഒന്നാണ് കാളവണ്ടി വലിക്കൽ, പാടത്ത് പണിയെടുക്കൽ, മാലിന്യം നീക്കൽ. അതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ പണികളാണ്. കൈക്കോട്ടെടുത്ത കളയ്ക്കൽ ഈ വലിയ പണികളാണ്. അത് നിങ്ങൾക്ക് കഴിയില്ല. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. രാജാവ് മനസ്സിൽ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമോ? ചോദിച്ചില്ല കേട്ടോ. കാരണം രാജാവിനറിയാം അതൊരു കാളയാണെന്നറിയാം. കാളയോട് വാഗ്വാദത്തിന് നിൽക്കാൻ പാടില്ലല്ലോ. കാരണം എന്താ? കാളയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇത്രയായിട്ടും വഴിമാറാതെ നിൽക്കുന്ന കാളയുടെ അടുത്തേക്ക് വാളുമായിട്ട് അടുക്കാൻ അവകാശം ചോദിച്ചുകൊണ്ട് കൺസെൻറ്റ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. രാജാവേ, അങ്ങ് രാജ്യം ഭരിക്കുന്നവനാ. എത്ര വലിയൊരു കാര്യത്തിനാണ് അങ്ങ് പോകുന്നത്? ഈ കാളയുടെ അഹങ്കാരം തീർക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, അതിനെ കൊല്ലുക. അത് ഈ സമൂഹം അറിയണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മന്ത്രി, കാള പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? കാളവണ്ടി വലിക്കലാണ് ഏറ്റവും വലിയ ജോലി. അതുപോലെ കൈക്കൂട്ടെടുത്ത് കളയ്ക്കൽ, മണ്ണിൽ ചെളിയിൽ, അതൊക്കെയാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിന് അതേ അറിയൂ. അതിലപ്പുറം ചിന്താപരമായിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള, വിദ്യാഭ്യാസപരമായിട്ടുള്ള ഊറ്റത്തിൻ്റെ ഒന്നും അർത്ഥവും ആഭിയാത്യവും അദ്ദേഹത്തിന് ആ കാളമഹാൻ അറിയില്ല. മഹാനായ കാളയ്ക്ക് അറിയില്ല. നിങ്ങൾക്കതിനെ വെട്ടിക്കൊല്ല, ഒറ്റ വെട്ടുകൊണ്ട് അത് ചത്തുപോകും. ആർക്കാണ് നേട്ടം? ആർക്കാണ് അതിൻ്റെ നഷ്ടം? ആ പാവപ്പെട്ട കാളവണ്ടിക്കാരൻ അവസാനം കാളയെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. ആയതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവരും കൂടിയില്ലേ? ആ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രസ്താവിക്കുകയാണ്, കാള പറഞ്ഞത് ശരിയാണ്. കാളയ്ക്ക് കാളവണ്ടി വലിക്കലാണ് ഏറ്റവും വലിയ തൊഴിൽ. രാജ്യം ഭരിക്കുന്ന രാജാവിനെ അവർ നോക്കിക്കാണുന്നത് എന്താ? വെറുതെ സിമ്പിൾ സിറ്റിംഗ്, ഉണ്ടുറങ്ങി കഴിയുന്നവൻ. ഇവിടെ ഈ വെച്ചുകൊണ്ട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കണോ? ആ കാളയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ? അപ്പം ജനങ്ങൾ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട മഹാരാജൻ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കാളയ്ക്ക് അങ്ങോട്ട് വഴി മാറി കൊടുക്കുക. മന്ത്രിയോട് ചോദിച്ചു, എന്താ മന്ത്രി? അത് വലിയ ശരി, ആ മഹാനായിട്ടുള്ള കാളയ്ക്ക് അങ്ങോട്ട് വഴി മാറി കൊടുക്കുക. അങ്ങനെ രാജാവ് പറഞ്ഞു, അല്ലയോ മഹാനുഭാവ കാളക്കൂറ്റ, ഞാൻ വഴി മാറിത്തരാം, അങ്ങ് ഈ വഴിക്ക് പൊക്കോളൂ. അപ്പോൾ കാളയ്ക്കൊരു ചിരി, അഹങ്കാരത്തിൻ്റെ ചിരി. ഇപ്പോഴെങ്കിലും രാജാവിന് ബുദ്ധി ഉദിച്ചല്ലോ എന്നൊരു ചിരി. ഇതുപോലെയാണ് ഇനി, ഇതൊരു പഴയ കഥ.
ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് അയോധ്യ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത്. അന്ന് മലയാള സിനിമാ രംഗത്തൊരു മഹാൻ എന്ന് പറയാവുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, സാക്ഷാൽ പ്രേം നസീർ. അപ്പം ഞങ്ങളൊക്കെ എനിക്ക് കൂടുതൽ 10, 25, 30 വയസ്സുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, കൈയിൻ്റെ വിരലുമേ കാലിൻ്റെ വിരലുമേ ഇങ്ങനെ നോക്കുകയാണ്. അത്ഭുത പ്രതിഭാസമല്ലേ, മുമ്പിലിരിക്കുകയല്ലേ. അന്നൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളില്ലല്ലോ നസീറൊന്നും. അപ്പം അന്ന് അവിടെ വന്ന ഒരു കൊച്ചുപെണ്ണ് ഒരു സ്ത്രീയുണ്ട്. അവരൊരു സർവാണി സ്ത്രീയാണ്. ആരും വന്നാലും ചാടിക്കയറി വർത്താനിക്കും പറയും. എന്നിട്ട് അവിടെ വന്ന് ഈ പ്രേം അവരെ കാണാൻ നല്ല രസമാണ്. ഒരു ഹിഡിംബിയുടെ പോലൊരു ടൈപ്പാണ്, കറുത്തിട്ട്. അവരൊന്ന് പ്രേംസിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ മുഖത്ത് പ്രേംസിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മോനെ, ഇത്രയായിട്ട് ജോലിയൊന്നും ആയില്ല അല്ലേ? നസീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജോലിയൊന്നും ആയില്ല, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എന്നിട്ട് അവർ ആ വഴിക്ക് പോയി. ആ പോകുന്ന സമയത്ത് അവരെ ജൽപ്പനം, എന്താ നല്ലൊരു മനുഷ്യൻ, പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയണേ, എന്നിട്ടും ഇതുവരെ ഒരു ജോലിയും കോലും ആയില്ല, ഇങ്ങനെ ആടിപ്പാടി നടന്നാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് അവരെ വഴിക്ക് പോയി. അപ്പോൾ ഇവർക്ക് ചിലൊരു ആറ്റിറ്റ്യൂഡ് അതാണ്. നാളെ ചൊവ്വയിലേക്ക് ഉപഗ്രഹം ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ട് ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം, അതിവിടെ ആരും ഉന്തിത്തള്ളി കയറ്റി കൊണ്ടുപോയില്ല. ഭൂമിയിലിരുന്നു കൊണ്ട്, അവിടെ സ്പേസ് സെൻറ്ററിൽ ഇരുന്നു കൊണ്ട്, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നു കൊണ്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരെ നോക്കി പറയും വല്ല ജോലി ചെയ്ത് ജീവിക്കണോ എന്ന്. ഈ പറയുന്ന പിള്ളേർ സെറ്റിൻ്റെ അവരുടെ നിലവാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ കാളക്കൂറ്റൻ്റെ നിലവാരം, രാജ്യം ഭരിക്കുന്ന രാജാവിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരഹങ്കാരം, അതാണ് കാളക്കൂറ്റൻ്റെ അഹങ്കാരം. രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടുകാർക്കൊരു പാഠമായിട്ട് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അപ്പം എങ്ങനെ വല്ല തൊഴിലും ചെയ്ത് ജീവിക്കണോ കള്ളച്ചാമി? വല്ല തൊഴിലും ചെയ്ത് ജീവിക്കണോ കള്ളച്ചാമി? നോക്കാം, എന്തെങ്കിലും ജോലിക്ക് കിട്ടുമെന്ന് നോക്കാം. ഇത്രയും കാലം ജോലിയൊന്നും ചെയ്യാതെ ജീവിച്ചതല്ലേ, ഇനിയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കൈക്കോട്ട് കളയ്ക്കലോ അല്ല കാളവണ്ടി വലിക്കലോ അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടോ നോക്കട്ടെ കേട്ടോ. നമസ്കാരം.